ഹലോ, ഇന്ന് വൈകുന്നേരമായപ്പോൾ നല്ല മഴ. ഇന്നെന്നല്ല, ഇനിയിപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചപ്പാത്തി മാവ് കൊണ്ട് എന്താ ചെയ്യാൻ പോകണമെന്ന്. ഇത് ചപ്പാത്തി മാവൊന്നല്ല ഗൈസ്, ഇത് നമ്മുടെ പൊട്ടാറ്റോ കുറച്ചിരിക്കണ്ടായി. അപ്പോൾ മക്കൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ പൊട്ടാറ്റോ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു വീഡിയോ കണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് ഞാനും ഉണ്ടാക്കണം. അല്ലാണ്ട് ഞാൻ വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ എന്ന് വെച്ചാൽ അത് ഇങ്ങനെ മാവാക്കിയപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇത്തിരി അരിപ്പൊടിയും കൂട്ടി ഇത്തിരി മുളക് പൊടി ഒരു ചെറിയൊരു നുള്ള് ചാറ്റ് മസാല ഉപ്പും എല്ലാം കൂട്ടി കുഴച്ചെടുത്തിട്ട് ഉരുളാക്കിയതാണ്. എന്നിട്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് വറുത്തെടുക്കണ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ ചെറിയ ബോൾസ് ഇത്രക്കായി. അപ്പോൾ ആദ്യത്തത് ഞാൻ എന്തേ കോരിയപ്പോൾ ഈ ഒരു ഷേപ്പായിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ കോരിയതിൻ്റെ പ്രശ്നം തന്നെയാണ്. അതായത് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരുന്നു ആ വീഡിയോയിൽ കോരി എടുക്കുന്നത്. അപ്പോൾ പിന്നെ ഉമ്മച്ചി വന്നിട്ട് പറഞ്ഞു നമുക്ക് കുറേശ്ശെ ഇട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി കുറച്ചിട്ടു. പിന്നത്തതൊക്കെ കറക്റ്റിനായൊരു റൗണ്ടായിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഇത് കുറച്ച് നേരം നല്ല തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ പൊട്ടാറ്റോ ബോൾസ് റെഡിയായി കിട്ടും. അപ്പോൾ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത കാരണം അത്യാവശ്യം നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ സോസും കൂട്ടി കഴിക്കണതാണ് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ പൊട്ടാറ്റോ ഇങ്ങനെ കുറച്ച് ദിവസമായി ഇരിക്കണം. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ മസാല നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ ബോൾസ് ആക്കിയിട്ട് പെട്ടെന്ന് മൊരിഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. സോസും കൂട്ടി കഴിക്കാൻ പൊതുവേ ഇവർക്ക് എന്ത് കൊടുത്താലും ഇവർക്ക് നല്ല എല്ലാ മക്കൾക്കും സോസിനോടൊരു പ്രത്യേകം ഞാൻ അധികം കൊടുക്കാറില്ല. ഇന്നിപ്പോൾ നല്ലോണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കാര്യം പറയാമല്ലോ, എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായില്ല. എനിക്കിതിനും ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾക്ക് ഒരു ക്രിസ്പിനെസ്സും പിന്നെ ആ പൊട്ടാറ്റോയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് 3 പേർക്ക് ഇഷ്ടമായി. അവർ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയണത്. സെലിമോനൊക്കെ നന്നായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് അങ്ങനെ അധികം ഉള്ളപ്പോൾ ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഉരുട്ടി തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഇത് നീളനാക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഓയിലിലോ വെളിച്ചെണ്ണയിലോ ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം. സോസോ മയണൈസോ ഒക്കെ കൂട്ടി കഴിക്കുക എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും കിടിലനായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ടാറ്റ, ബൈ, സീ.